മലയാളി കിച്ചൺ വേർഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നുറുക്ക് പപ്പടം എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ്. മസാല ചേർത്ത നുറുക്ക് പപ്പടം. നുറുക്ക് പപ്പടം മസാല ചേർത്ത് ഉണ്ടാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ്: പപ്പടം, എണ്ണ, വറ്റൽമുളക് ചൂടാക്കി പൊടിച്ചത്, കുറച്ച് നാളികേരം ചിരകിയത്, കുരുമുളക് പൊടിയും പെരിഞ്ജീരകം കൂടി പൊടിച്ചെടുത്തത്, കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞത്, വേപ്പില നുറുക്കിയത്. ഇനി നമുക്ക് ഈ പപ്പടം കീറിയെടുക്കാം. ചതുരത്തിലുള്ള കഷ്ണങ്ങളായിട്ട് നമ്മൾ കീറിയെടുക്കണം. എത്ര പപ്പടം വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിവിടെ 5 പപ്പടമാണ് എടുത്തുള്ളത്. ചതുര കഷ്ണങ്ങളായിട്ട് നമ്മൾ എന്നാലും വെട്ടിയെടുക്കുക, അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ കീറിയെടുക്കാം. ഇനി നമുക്ക് ചീനച്ചട്ടി അടുപ്പത്ത് വയ്ക്കാം. ഇൻഡാലിയ ചീഞ്ചട്ടി ആണെങ്കിൽ പെട്ടെന്ന് കരിയില്ല. ഏത് ചീഞ്ചട്ടിയായാലും മതി. അപ്പം നമ്മൾ തീ ശ്രദ്ധിച്ചാൽ മതി. ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് തീ കത്തിക്കുക. കുറച്ച് എണ്ണ ഒഴിക്കുക. ഇപ്പോൾ എണ്ണ മൂത്തിട്ടുണ്ട്. അതൊന്ന് ഒരു ആവിയൊക്കെ പോകുന്നുണ്ട്. അപ്പം നമുക്ക് കുറച്ച് പപ്പടം പൊട്ടിച്ചത് ഇടാം. എന്നിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ പപ്പടമൊക്കെ പൊന്തി വന്നിട്ടുണ്ട്, മൂത്തിട്ടുണ്ട്. നമുക്ക് അത് കോരാം. ഇനി അടുത്ത ട്രിപ്പിലുള്ളത് അടുത്തതും കൂടി ഇട്ട് കൊടുക്കാം. എത്ര പപ്പടം വേണമെങ്കിൽ ആവശ്യത്തിന് നമുക്ക് ഇതുപോലെ തയ്യാറാക്കാം. ഇത് മൂത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി തീ ഓഫാക്കാം. അടുപ്പ് ഇനി നമുക്ക് ഇതിൽ കൂടുതൽ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ കുറച്ച് ഇങ്ങോട്ട് മുക്കി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് എടുത്ത് വയ്ക്കാം. കുറച്ച് വെളിച്ചെണ്ണ മതി മസാല ഉണ്ടാക്കാനായിട്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ ചുവന്നുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. തീ ചെറുതായി കത്തിക്കണം. ഇപ്പോൾ ഉള്ളി പകുതി മൂത്തിട്ടുണ്ട്. അതാകുമ്പോൾ നമുക്ക് വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. ഉള്ളി അധികം മൂക്കണ്ട. അതിന് ശേഷം നമുക്ക് കുറച്ച് നാളികേരം ചിരകിയത്, നാളികേരം താല്പര്യമുള്ളവർക്ക് ഇടാം. ഞാൻ ഇതിൽ കുറച്ച് ഇടുന്നുണ്ട്. കുറച്ച് പെരിഞ്ജീരകം കുരുമുളകും കൂടി പൊടിച്ച പൊടിയിടാം. നന്നായി വഴറ്റി കൊടുക്കാം. ഈ നാളികേരം മൂക്കൊന്നും വേണ്ട. കുറച്ച് നേരം ഒന്ന് വഴറ്റി നല്ലപോലെ ചൂടായാൽ നമുക്ക് ഇതിലേക്ക് വറ്റൽമുളക് പൊടിച്ച പൊടിയാണിത്. അത് നമ്മുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1 സ്പൂണ് ഇടുന്നുണ്ട്. ഇത് നന്നായി വഴറ്റും.
ഇതിലേക്ക് നമ്മൾ പൊരിച്ച് വെച്ചിട്ടുള്ള പപ്പടം ചേർക്കുക. സ്റ്റവ് ഓഫാക്കാം. നന്നായി വഴറ്റി കൊടുക്കുക, ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ മസാല ചേർത്ത് വറുത്ത പപ്പടം തയ്യാർ. ഈ നുറുക്ക് പപ്പടം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വിഭവമായി വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ.